ഓം സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്ന് വ്യാസപൗർണമി. വേദത്തിലാണ് സർവധർമ്മങ്ങൾ നിലനിൽക്കുന്നത്. ആ വേദത്തെ സംരക്ഷിക്കാനായിട്ട് കലികാലത്തുള്ള ആൾക്ക് പഠിക്കാൻ സൗകര്യത്തിന് വേണ്ടി 4 വിഭജിച്ച് വേദവ്യാസൻ ദ്വീപിൽ ജനിച്ചപ്പോൾ ദ്വൈപായനൻ, കൃഷ്ണവർണ്ണത്തിൽ ജനിച്ചപ്പോൾ കൃഷ്ണൻ, ഇങ്ങനെയൊക്കെയുള്ള ആ വ്യാസഭഗവാൻ അവതരിച്ച ദിവസമാണ് വ്യാസപൗർണമി എന്ന് പറയുന്ന ഈ ദിനം. സനാതനധർമ്മത്തെ സംരക്ഷിക്കുകയാണ് ചെയ്തത്. വേദോഖിലോ ധർമ്മമൂലം, എല്ലാ ധർമ്മങ്ങളുടെയും മൂലം വേദത്തിലാണ്. വേദത്തിൽ നിന്നാണ് അത് വികസിച്ചു വന്നത്. വേദത്തിലെല്ലാം ഉണ്ട്. അപ്പോൾ അത് രക്ഷിച്ച ആളാണ്. ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യൻ്റെ ശരിയായിട്ടുള്ള കർത്തവ്യം. ആ കർത്തവ്യം മറന്ന് പോകുമ്പോഴാണ് മനുഷ്യന് വിഷമങ്ങൾ വരുന്നത്. പലതരത്തിലുള്ള ആധ്യാത്മിക, ആദിദൈവിക, ആദിഭൗതികങ്ങളാകുന്ന വിഷമങ്ങൾ വരുന്നത്. അതൊക്കെ ഇല്ലാതാക്കാൻ കർത്തവ്യത്തെ ഓർമ്മിപ്പിക്കുക. ഭഗവാൻ അതാണല്ലോ പറഞ്ഞത്, ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവമാണ്. ധർമ്മം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ കർത്തവ്യം എന്നർത്ഥമാണ്. പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ മുതൽ തുടങ്ങും രാത്രി കിടക്കുന്നവരെ കർത്തവ്യമുണ്ട്. ദേവീ ഭാഗവതത്തിലാണെങ്കിൽ ഒരു സ്കന്ധം മുഴുവൻ ആ കർത്തവ്യം, ആ കർമ്മകാണ്ഡത്തിൻ്റെ സാരം പറഞ്ഞു തന്നിരിക്കുന്നു. പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ അവനവൻ്റെ ഇഷ്ടദേവതയെ ഓർത്തുകൊണ്ട് ആരംഭിക്കുക. അങ്ങനെ നല്ല വിചാരത്തോടു കൂടി ആരംഭിച്ചാൽ നല്ല വിചാരവും നല്ല പ്രവൃത്തികളും ഉണ്ടാവും. നമുക്കന്ന് വൈകുന്നേരം നല്ലൊരു കൃതാർത്ഥതയുണ്ടാവും. ചെയ്യേണ്ടത് ചെയ്തു, മുഴുവൻ വേണ്ട പോലെ ആയില്ലെങ്കിലും കുറേയൊക്കെ നിർവഹിച്ചു എന്നൊരു ആത്മതൃപ്തി ഉണ്ടാവും. അപ്പോൾ അത് പഠിപ്പിക്കാനാണ്, ഓർമ്മിപ്പിക്കാനാണ് വ്യാസഭഗവാന്റെ അവതാരം. വേദങ്ങളെ വിഭജിച്ചു, പുരാണങ്ങളും അതുപോലെ തന്നെ വിഭജിച്ച് സാത്വികം, രാജസം, താമസം എന്നുള്ളതൊക്കെ തിരിച്ച് ഇങ്ങനെല്ലാം ചെയ്തു തന്നു. ആ ഭഗവാനെ ഓർമ്മിപ്പിക്കാനാണ്, ഓർക്കുന്ന ദിവസമാണ് ഇന്ന്. കൃഷ്ണാവതാരം ഒക്കെ ഉണ്ടല്ലോ, ചിങ്ങമാസത്തിൽ അഷ്ടമി രോഹിണി ദിവസം. അപ്പോൾ അതുപോലെ വ്യാസഭഗവാനെ ഓർക്കുന്ന ദിവസം. സന്യാസിമാർക്ക് ചാതുർമാസ്യ വ്രതാനുഷ്ഠാനമുണ്ട്. അത് ഈ ദിവസം തുടങ്ങും. 2 മാസമാണ്, 4 പക്ഷം ആയിട്ടാണ് കണക്കാക്കുക. അങ്ങനെ അത് നമുക്കിവിടെ പഴയ പോലെ വേണ്ട രീതിയിലൊന്നല്ലെങ്കിലും നമുക്കത് നടത്താനായിട്ട് കഴിഞ്ഞു. അതൊക്കെ വില്വമംഗലം സ്വാമിയാരുടെ ഒരു അനുഗ്രഹം, ആ ഗുരു പരമ്പരയുടെ മഹത്വം. ഈ ക്ഷേത്രത്തിൽ, വില്വമംഗലം ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷിക്കാറുണ്ട്. അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നു. വൈശാഖത്തിൽ സപ്താഹം നടക്കുന്നു. നിത്യവും ഇവിടെ പാരായണങ്ങൾ നടക്കുന്നു. എല്ലാ രോഹിണിക്കും സമ്പൂർണ്ണ നാരായണീയം എല്ലാം ഉണ്ട്. ഈ വർഷം നമ്മൾ അഷ്ടമിരോഹിണിക്ക് വിശേഷമായിട്ട് 3 ദിവസം കൊണ്ട്, സെപ്റ്റംബർ 4 ആണല്ലോ അഷ്ടമിരോഹിണി, 2, 3, 4 ദിവസങ്ങളിലായിട്ട് ഇവിടെ ഭക്തിമഞ്ജരി പാരായണം ചെയ്യുകയാണ്. മേൽപ്പത്തൂർ ഗുരുവായൂരപ്പന് സമർപ്പിച്ച് ഒരു അത്ഭുത ഗ്രന്ഥം പോലെയുള്ള ഒരു ഗ്രന്ഥമാണ്. 1000 ശ്ലോകമുള്ള 10 ശതകങ്ങളിലായിട്ട് 1000 ശ്ലോകങ്ങളുള്ള ഭക്തിമഞ്ജരി. അതാണ് ഇത്തവണ പാരായണം ചെയ്യുന്നത്. അതിലും എല്ലാ ഭക്തിയുടെ ഒരു ഭക്തിശാസ്ത്രം തന്നെയാണ്.
ശ്രവണ കീർത്തന സ്മരണ പാദസേവന അർച്ചന വന്ദന ദാസ്യ സഖ്യം ആത്മനിവേദനം എല്ലാത്തിനും ഉദാഹരണം. ചില ഉദാഹരണങ്ങളൊക്കെ ഭാഗവതത്തിലുള്ളതാവാം, അതല്ലാത്തതും സ്വന്തമായിട്ട് ചേർത്തിട്ടുള്ള ഉദാഹരണങ്ങളുണ്ട്. അങ്ങനെ അത് അത്യത്ഭുത ഗ്രന്ഥമാണ്. അത് പാരായണം ചെയ്യും. അപ്പോൾ അതിലും എല്ലാ ഭക്തന്മാർക്കും പങ്കെടുക്കാം. ഏതായാലും വലിയ ഭാഗ്യം കൊണ്ടാണ് ഇവിടെ ഈ പുണ്യദിനത്തിൽ എല്ലാവർക്കും വന്നു ചേരാൻ കഴിഞ്ഞത്. എല്ലാവർക്കും എല്ലാ മംഗളവും ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുകയാണ്. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ശ്രീകൃഷ്ണാർപ്പണമസ്തു.